പിണറായി വിരുദ്ധ വികാരമല്ലേ സുഹൈൽ ഈ തെരഞ്ഞെടുപ്പ് വിധിയിൽ നമ്മൾ കണ്ടത്? അങ്ങനെയല്ല എന്ന് നമ്മൾ അങ്ങനെ വിചാരിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒന്ന് നമുക്ക് നിരത്താൻ കഴിയുമോ? ഇപ്പോൾ നോക്കുക, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരു, ഇപ്പം നേരത്തെ ദിലീപ് സൂചിപ്പിച്ചതുപോലെ ഒരു ഒറ്റ മുഖമേ ഉണ്ടായിരുന്നു, അത് പിണറായി വിജയൻ്റെതാണ്. ഉന്നയിക്കപ്പെട്ടത് ഈ സർക്കാരിൻ്റെ നേട്ടങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ അനുകൂലമായ ഒരു ജനവിധി ഉണ്ടാക്കുമെന്നും അത് മൂന്നാം ഭരണത്തിൻ്റെ വഴിയൊരുക്കുമെന്നതാണ്. ശരിയാണ്, 10 വർഷം തുടർച്ചയായി ഭരിച്ച ഒരു കക്ഷിക്ക് അല്ലെങ്കിൽ ഒരു മുന്നണിക്ക് ഒരു ആന്റി ഇൻകംബൻസി ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. കാരണം കേരളം പോലൊരു സ്ഥലത്ത് പ്രത്യേകിച്ച് ഓരോ ടേം കഴിയുമ്പോഴും ഓരോരുത്തരെ മാറി മാറി പരീക്ഷിക്കുന്ന ഒരു സ്വഭാവം. കനത്ത തോൽവി നമ്മൾ പറയും, നമുക്ക് ഇതിന്റെ മുമ്പ് ഇത്തരത്തിലൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കില്ല. തുടർച്ചയായി 10 വർഷം ഭരിച്ചിട്ട് പിന്നീട് ഭരണത്തിന് ഇറങ്ങേണ്ടി വരുന്നൊരു എക്സ്പീരിയൻസ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല. അതിന്റെ കൂടി ഇമ്പാക്റ്റ് ആയിക്കൂടെ? വിരുദ്ധ വികാരം എന്നതിലേക്ക് കിട്ടുന്നതിൽ ശരിയാണോ? അതൊരു യുക്തിസഹമായ വാദമാണ്. കാരണം നമുക്ക് ഇതിനു മുൻപ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വേണമെങ്കിൽ ഇതൊക്കെ ഒരു വ്യക്തിക്കെതിരായിട്ടുള്ള വികാരമായി കാണേണ്ടതുണ്ടോ എന്നുള്ളൊരു യുക്തിസഹമായ ചോദ്യമാണ്. പക്ഷേ ഇവിടെ പ്രശ്നം സുഹൈൽ, അതായത് കേരളത്തിലെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ട് അല്ലേ, അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അതായത് ആളുകൾക്ക് അല്ലെങ്കിൽ പാർട്ടികൾക്ക് സമാഹരിക്കാൻ കഴിയുന്ന വോട്ടിന്റെ വിഹിതം സംബന്ധിച്ച് നമ്മുടെ മുന്നിൽ ഒരു വ്യക്തമായ കണക്കുണ്ട്. അപ്പോൾ ആ കണക്ക് നോക്കാം. 2021 ഇടതുമുന്നണി സമാഹരിച്ച വോട്ടുകൾ 45.28%. അന്ന് UDF നമുക്കറിയാം 2021 ഭരണ തുടർച്ച ഉണ്ടാകാനുള്ള മറ്റ് സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ കോവിഡ് പോലെയുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു, പ്രളയ സാഹചര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരു അനുകൂല സമീപനം കേരളത്തിലെ വോട്ടർമാർക്ക്, ജനങ്ങൾക്ക് സർക്കാരിനോടുണ്ടായിരുന്നു. സർക്കാർ സംരക്ഷകരും ഞങ്ങളെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല, പ്രതിപക്ഷത്തിനും അങ്ങനെ കാര്യമായി കുറ്റപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ഈ സമയത്ത് ലോകത്തെല്ലായിടത്തും ഒരു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയ്ക്കൂ എന്നതായിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അപ്പോൾ അതുകൊണ്ട് അവിടെ UDF നേടിയ, അതായത് 2021 UDF നേടിയ വോട്ട് ഷെയർ 39.41%. അതായത് 5.87% വ്യത്യാസമാണ് ഇവർ തമ്മിലുണ്ടായിരുന്നത്. ഇനി 2026 ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ UDF 39.41 ആയിരുന്നത് 46.56% ഉയർത്തുന്നു. എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ ഉയർച്ചയല്ല, 7.15% ഉയർച്ചയാണ്. LDFന് പോയത് 7.66% വോട്ട് ചോർച്ചയാണ് ഇടതുമുന്നണിക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇനി ഇടതുമുന്നണിയുടെ ഉരുക്കുകോട്ടയായി പാർട്ടി പ്രവർത്തകരുടെ വോട്ടും പോയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. പാർട്ടി കോട്ടയായ കണ്ണൂരിൽ എന്താണ് സംഭവിച്ചത്? എത്ര ലക്ഷം വോട്ടാണ് കണ്ണൂരിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ കണ്ണൂരിൽ പോയിരിക്കുന്ന സീറ്റുകൾ നോക്കൂ. പയ്യന്നൂർ പോലെ ഒരു അതായത് 1965 മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഇന്ന് വരെ വേറെ ഒരു പാർട്ടിയെയും പിന്തുണച്ചിട്ടില്ലാത്ത പയ്യന്നൂർ പോലെ ഒരു മണ്ഡലത്തിൽ ഈ കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ വിമർശനങ്ങളും അതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ കൊടുങ്കാറ്റുമൊക്കെ ഏത് നിലയിലാണ് ഈ പാർട്ടിയെ കൊണ്ട് ചിന്തിച്ചത്? അപ്പോൾ ഇത് കേവലം ഒരു ഭരണമാറ്റത്തിൻ്റെ ആഗ്രഹ പ്രകടനത്തിൻ്റെ പ്രതിഫലത്തിൻ്റെ ഭാഗമായി സംഭവിച്ച പരാജയമല്ല. ഇത് പാർട്ടിക്കകത്തുള്ള, പാർട്ടിയെ സ്നേഹിക്കുന്ന, അതാണ് ഇന്ന് നടൻ വിനായകനിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് ഇത് ഇടത് സഹയാത്രികയുടെ വിജയമാണെന്നാണ്. ഇന്ന് സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞത് പ്രതികരണം ഇന്ന് സുഹൈൽ ശ്രദ്ധിച്ചല്ലോ. അദ്ദേഹം പറഞ്ഞത് CPM പിണറായിയുടെ ഏകാധിപത്യമായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്, ഒരു അമിതാധികാര പ്രയോഗമായിരുന്നു. അതുകൊണ്ട് ഇത് പിണറായിക്കെതിരായിട്ടുള്ള ജനവിധിയാണ് എന്നാണ്. ഇവരൊക്കെ തന്നെ CPMന്റെ ശത്രുക്കളല്ല. ഇവരാരും തന്നെ ഇടതുപക്ഷ ആശയധാരയ്ക്ക് എതിരെ നിൽക്കുന്നവരല്ല. ഇവരാരും തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന് എതിരെ നിൽക്കുന്നവരല്ല. ഇവരാരും തന്നെ ഇടതുപക്ഷത്തിന്റെ എതിരാളികളല്ല. ഇവരാരും തന്നെ അവരോട് പകവെച്ച് പുലർത്തുന്നവരല്ല, ശത്രുതാ മനോഭാവമുള്ളവരല്ല. ഇവരൊക്കെ തന്നെ ഇടതുപക്ഷ മനസ്സുള്ളവരും ഇടതുപക്ഷ ആശയധാരയിൽ നിന്നവരും ഇടതുപക്ഷ പ്രചാരകരായി നിന്നവരും ഇടതുപക്ഷത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ അതിന് ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുള്ളവരാണ്. അപ്പോൾ അവരുടെ വിമർശനങ്ങളെ, അവരുടെ നിരീക്ഷണങ്ങളെ, അവരുടെ ഇടപെടലുകളെ അങ്ങേയറ്റം തള്ളിക്കളഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവരെ ഒന്നും പരിഗണിക്കാതെ പാർട്ടിക്കെതിരെ വരുന്ന ഒരു വിമർശനത്തെയും ഒരു സ്വാഭാവികമായ പ്രതികരണത്തെയും മുഖവിലക്കെടുക്കാതെ ഒരു വിഭാഗം നേതൃത്വത്തിന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് അവരുടെ താല്പര്യ സംരക്ഷകരായി നിൽക്കുന്നവരുടെ അനുചര വൃന്ദത്തിന്റെ മാത്രം അഭിപ്രായം കേട്ടുകൊണ്ട് ഒരേ ദിശയിലേക്ക് പോയ നേതൃത്വത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് CPM നേതൃത്വം കൊടുത്ത ഇടതുമുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് പ്രധാന ഘടകകക്ഷി എന്ന നിലയിൽ CPIയുടെ വിമർശനങ്ങൾക്ക് സാങ്കത്യമുണ്ട്, പ്രസക്തിയുണ്ട്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തൊപ്പം കൂട്ടിയപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോയിക്കൂ എന്ന നിലപാട് CPIയോട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് CPIക്ക് തിരികെ ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്. എവിടെ പോയി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ഒരു സീറ്റിലെങ്കിലും വിജയിക്കാനുള്ള എന്നാണ്. അതായത് ഈ പിണറായി വിരുദ്ധ തരംഗത്തിൽ അവരോടൊപ്പം ചേർന്ന് ഘടകകക്ഷികളുടെ വേരുകൾ പോലും പൊട്ടിപ്പൊളിയുന്ന സ്ഥിതിവിശേഷം നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് അതൊരു പിണറായി വിരുദ്ധ വികാരമായിരുന്നു എന്ന്. തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ഇതൊരു സോ കോൾഡ് കൺസോൾട്ടേഷൻ ഒന്നും പറയാൻ പറ്റില്ല, ഒരു സാമൂഹിക സാംസ്കാരിക പ്രതികരണമാണ്. ആ പ്രതികരണം ആർക്കെതിരെയുള്ളതാണ്? ഇതോടുകൂടി ക്യാപ്റ്റൻ എന്ന് നമ്മളൊക്കെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് വിളിച്ചിരുന്ന പിണറായി വിജയൻ യുഗം അവസാനിക്കുകയാണോ?
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.